ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. ഈ 2024 അവസാനിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? 2025 നിങ്ങൾക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പിലുണ്ടാകുന്ന മാറ്റം എന്താണ്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഈ 2024 അവസാനിക്കുമ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? പ്ലീസ്. ഓവറോൾ എനർജി ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഹൃദയം തകർക്കുന്നതായിട്ടുള്ള ഒരു പെയിൻ സിറ്റുവേഷനാണ് 2024 അവസാനിക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ നിങ്ങളോടുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ള എനർജിയിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്ക് നോക്കാം. 6, 2, 5, 3, 19, 10, 1, 9, 4. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്. ഈ 2024 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അത്രത്തോളം ലോയൽ ആയിരുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കണ്ണും കയ്യും എല്ലാം മൂടി കെട്ടി ഒരു ഐസൊലേഷനിലായിരിക്കുന്ന ഒരു എനർജിയിൽ കൂടി ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോയിരുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു എനർജിയിൽ കൂടിയായിരുന്നു നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹാങ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു. ഹാങ്ഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില സാമ്പത്തിക കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യായം, ജസ്റ്റിസ്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളോട് നീതി പുലർത്താതെ ഇരിക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് മാറിപ്പോകും. ഹാങ്ഡ് സിറ്റുവേഷൻ, അതിന് യാതൊരു ഉത്തരവും തരത്തില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ മാറിപ്പോകുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു 2024 ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണമോ, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുമോ എന്നൊന്നും അറിയാതെ നിങ്ങൾ നിന്നിരുന്നതായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഈ 2024 നിങ്ങൾക്കുണ്ടായിരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? 2024 നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ചില സാമ്പത്തിക കാര്യങ്ങളായിരിക്കും, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഗ്രോത്തുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന ചില ഓഫറുകളായിരിക്കാം. ഹൈഡ് ചെയ്ത് വെച്ചിരുന്നോ? നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ഹൈഡിങ് നടന്നിരുന്നത്. അവർ നിങ്ങളിൽ നിന്ന് എന്ത് ചോദിച്ചിരുന്നാലും മൗനമായിരുന്നു അവരുടെ ആൻസർ. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ നിങ്ങളൊരു പക്ഷേ അത് കണ്ടുപിടിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് മൗനമാണ്. സ്റ്റക്ക് സിറ്റുവേഷൻ, ഹാങ്ഡ് മാനായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത്. അഥവാ നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുറച്ച് തറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അടിയും വഴക്കും ഉണ്ടാകുന്നതായിട്ടുള്ള എനർജി. 5 ഓഫ് വാണ്ടിൻ്റെ എനർജി. നല്ല രീതിയിൽ അടിയും വഴക്കും ഉണ്ടാകുന്നു. എന്തിനെ ചൊല്ലി? നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള പ്രയോറിറ്റി ഹൃദയത്തിലില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സ്ഥാനമില്ല, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നില്ല. ഓക്കെ, എംപ്രസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വേണ്ടതായിട്ടുള്ള യാതൊരു സപ്പോർട്ടും ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിനെ ചൊല്ലിയായിരിക്കും വഴക്കുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ഗ്രോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ടായിരിക്കും വഴക്കുണ്ടായിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്നതിനെ ചൊല്ലിയായിരിക്കും വഴക്കുണ്ടായിരിക്കുന്നത്. 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിയെ ചൊല്ലി നിങ്ങൾ വഴക്കുണ്ടാക്കിയിരിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടി, ഇവിടെ 3 മുഖങ്ങൾ കാണാം. ഓക്കെ, ഈ 3 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടിയെ ചൊല്ലി ഇവിടെ വഴക്കുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി മനഃപൂർവ്വമായി നിങ്ങളുടെ ഇടയിൽ വഴക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇരയെ പിടിക്കുന്നതിന് വേണ്ടി പതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പുലി പതുങ്ങിയിരിക്കുകയാണ്. എന്തിന്? ഇതിൽ ഒരു ഇരയെ പിടിച്ചു കളയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു എനർജി. ഒരാളിനെ പരാജയപ്പെടുത്തണം, എങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു എനർജിയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോകുന്നത്. തേർഡ് പാർട്ടിയെ ചൊല്ലി, അവരുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ ചൊല്ലിയായിരിക്കും നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഫെർട്ടിലിറ്റിയെ ചൊല്ലിയായിരിക്കും, പ്രഗ്നൻസിയെ ചൊല്ലിയായിരിക്കും നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായിരിക്കുന്നത്. ഓക്കെ, 2024 ഉണ്ടായ
പ്രശ്നങ്ങൾ ഇതാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത് സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസും പേഴ്സണും തങ്ങളിലുള്ള എനർജിയിൽ സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മറ്റു ചില വ്യക്തികളുമായിട്ട് കണ്ട് കോടതിയോ കേസോ അങ്ങനെ എന്തെങ്കിലും, വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ഇവിടെ മറ്റ് കോടതിയോ കേസോ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നായി തീർന്നിരിക്കുന്ന ഒരു എനർജി കൂടി വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ വഴക്കുകളും പ്രശ്നങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ചില വ്യക്തികൾക്ക്, എല്ലാവർക്കുമല്ല ചില വ്യക്തികൾക്ക് ഇത് ഒത്തുതീർപ്പിലേക്ക് ചെന്നിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒത്തുതീർപ്പായിട്ടില്ല, എന്നാൽ ഒരു വലിയ ശതമാനം ആൾക്കാർക്കും ഇവിടെ അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ തിരിച്ച് കിട്ടിയിരിക്കുന്നു. തേർഡ് പാർട്ടിയുടെ കൈവശത്ത് നിന്നും തിരികെ കിട്ടിയിരിക്കുന്നു ഈ 2024. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജി. ജഗിൾ ചെയ്തിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരുപാട് ബേർഡൻ അനുഭവിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് നിങ്ങളിൽ നിന്നിരുന്ന ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോയതായി കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ചിലപ്പോൾ പേരൻസ് ആയിരിക്കും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. തേർഡ് പാർട്ടിയുടെ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നതായിട്ട് കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കാം. വന്നിരിക്കുന്നത് 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇഗ്നോർ, നിങ്ങൾ ഒരുപാട് ഈ 2024 നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയും നിങ്ങളെ ബ്രേക്കപ്പിൽ ആക്കുകയും ചെയ്ത ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ജീവിതത്തെ മുഴുവനായിട്ടും അവസാനിപ്പിച്ച് ബ്രേക്കപ്പ് കൊണ്ടുവന്നിട്ട് പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി വന്നിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കോള് മെസ്സേജ് ചെയ്താലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയും വന്നിരിക്കുന്നു. അപ്പം ഈ 2024 ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ അടുക്കും തോറും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സും ഇതുപോലെ ഉള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു ചിന്തകളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ തിങ്ങി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. 2025 ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പേരൻസ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ 2025 നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 2025 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 5, 9, 1, 3, 14, 3, 12, 7. ആദ്യം വന്നിരിക്കുന്നത് തന്നെ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഇലൂഷനിലായിരുന്നു. അതാ വീണ്ടും വന്നിരിക്കുന്നു 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഇലൂഷനിലായിരുന്നു എന്നും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചതിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നും ഉള്ള തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും തേർഡ് പാർട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഏതാണ്ട് ഇവിടെ കയ്യിൽ വാള് വെച്ചിരിക്കുന്നു. ആ വാളിൻ്റെ കാര്യമൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. കയ്യിലിരിക്കുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. എന്നാൽ ഒരു മായാജാലത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ കെട്ടിയിട്ടുകൊണ്ട് അനങ്ങാൻ പോലും വയ്യാത്ത രീതിയിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒരു മായാവലയത്തിൽ നിർത്തിയിരിക്കുകയാണ് എന്നും അവരെ ബന്ധിച്ച് ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത വണ്ണം കെട്ടിപ്പൂട്ടി കണ്ണും ഒക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്ത വരുന്നു. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഫാമിലിയെക്കുറിച്ച് അവർക്ക് ചിന്ത വരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിന്നും അവർ പുറത്തായിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും വേലി കെട്ടി പുറത്ത് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ പുറത്തായിട്ടുണ്ടായിരിക്കാം. എല്ലാവർക്കും അല്ല, ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പുറത്തായിരിക്കുന്നു. 2025 നിങ്ങൾ പുറത്താക്കുന്നതാണ്. കരഞ്ഞ് 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 ഒരുപാട് സഹികെട്ട ചില വ്യക്തികൾ പുറത്താക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു. മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സങ്കടപ്പെടും. ഓക്കെ, എന്തിനു വേണ്ടി സങ്കടപ്പെടും? തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ പെടുത്തി 3 വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ പെടുത്തിക്കൊണ്ട് ജഗിള് ചെയ്തു, നിങ്ങളെ ചീറ്റ് ചെയ്തതിൽ 9 ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളെ ചതിക്കുകയായിരുന്നു. എന്തിൽ? തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ 3 വ്യക്തികളെ കാണാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ജഗിള് ചെയ്തുകൊണ്ട് നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു വിധത്തിലും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നു 2025. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഫറുമായി വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, 2025 അവരിതെല്ലാം മനസ്സിലാക്കും. ഒരു കർമ്മ സ്റ്റേജിലൂടെ അവർ കടന്നു പോയതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരാൻ യൂണിവേഴ്സ് അവരെ ഒരുക്കും. ഓക്കെ, നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിൽ കൂടിയൊക്കെ കടത്തി വിട്ടതിന് ശേഷം മാത്രമാണ് അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. കാരണം ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവർക്ക് മാപ്പ് പറയുന്ന അവസ്ഥ, അവർക്ക് അനങ്ങാൻ പറ്റാത്ത വണ്ണം തേർഡ് പാർട്ടി അവരെ ലോക്ക് ചെയ്യും. കണ്ടോ, ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവർക്ക് കുറ്റബോധം കാരണം അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. അവർക്ക് ഭയമായിരിക്കുന്നു. അവരുടെ ലൈഫിൽ നിന്നും സന്തോഷമെല്ലാം അങ്ങ് മാറിപ്പോകും. ഒരിക്കലും അവർക്ക് സന്തോഷിക്കാൻ പോലും കഴിയാത്ത വണ്ണം തേർഡ് പാർട്ടി അവരെ നല്ല രീതിയിൽ ചതിച്ചിരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാകും. പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കും. നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നൊക്കെ അവർ ചിന്തിക്കും. പക്ഷേ നിങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരും എന്നുള്ള ഒരു വഴിയും അവർക്ക് തെളിഞ്ഞു കാണില്ല 2025. ഓക്കെ, നിങ്ങളപ്പോഴത്തേക്കും സ്ട്രെങ്ത് എടുത്തിരിക്കും. നിങ്ങൾ അവർ കയ്യെത്തും ദൂരത്തായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ യാചിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം പോലും കാണണ്ട എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ഇപ്പോൾ. ഓക്കെ, പക്ഷേ ഇനി 2025 ആകുമ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ അവർ ആഗ്രഹിക്കുന്ന സമയം വരും. ഓക്കെ, ആ സമയത്ത് അവരുടെ കയ്യെത്തും ദൂരത്തായിരിക്കില്ല നിങ്ങൾ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ 2025 അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണുന്നത്. എന്ത് കാര്യത്തിലാണോ, കുടുംബജീവിതമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പേരൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം. എന്ത് കാരണത്തിലാണോ നിങ്ങളെ ചതിച്ചത്, നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചത്, ആ സിറ്റുവേഷനെ നിങ്ങളുടെ പേഴ്സൺ അവസാനിപ്പിക്കുന്നു. ന്യൂ സ്റ്റാർട്ട് തുടങ്ങുന്നു. റീയൂണിയൻ ആണ് ഉണ്ടാകുന്നത്. റീയൂണിയൻ എന്തിൻ്റെ മേലിലാണ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ അടുത്തേക്കാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഓഫറുമായിട്ടാണ് വരുന്നത്. കണ്ടോ, നിങ്ങളുടെ അടുത്ത് ഓഫറുമായി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പഴയതിലേക്ക്, ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്കാണ് വരുന്നത്. 7 ഓഫ് സോഡിൻ്റെ എനർജി. തേർഡ് പാർട്ടിയെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. 2 ഓഫ് വാണ്ടിൻ്റെ എനർജി. ഓക്കെ, യാത്രയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഗൾഫിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പം തേർഡ് പാർട്ടി അപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒന്നുകിൽ ഗൾഫിലായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം തേർഡ് പാർട്ടി ഉള്ളത്. ആ തേർഡ് പാർട്ടിയെ പൂർണ്ണമായും വിട്ടിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്നു. അല്ല, നാട്ടിലാണെങ്കിലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു. യാത്രയാണ് ഇവിടെ കാണുന്നത്. ദ വേൾഡിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നിങ്ങളുടെ പിറകെ വരുന്ന സമയം വന്നിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങളായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ പോയതെങ്കിൽ ഇനി 2025 നിങ്ങളുടെ പിറകെ നിങ്ങളുടെ പേഴ്സൺ നടക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓഫറും വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പിറകെ നിങ്ങളുടെ പേഴ്സൺ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്താണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ 2025 നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നതായിട്ടുള്ള എനർജി. ഓക്കെ,
നിങ്ങൾക്കിത് റെസനേറ്റായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്നത്? ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, 2 കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇതല്ലേ പറഞ്ഞു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് യൂണിവേഴ്സ് നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടായ്മ, നിങ്ങൾക്ക് ഒരു ഐക്യം നിങ്ങളുടെ ഫാമിലിയിൽ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒന്നായി തീരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, എല്ലാ കാര്യത്തിനും നിങ്ങൾക്കൊരു സൊല്യൂഷൻ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തി തരും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഇവിടെ ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആരും ഡിവോഴ്സായി പോകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഡിവോഴ്സ് ഒന്നും ആകില്ല. ജസ്റ്റിസ് നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണോ അതാണ് ഇവിടെ നടപ്പിലാകുന്നത്. ജസ്റ്റിസാണ് നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, നിങ്ങളുടെ ഹൃദയം തണുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം ഹീലാകാൻ പോകുന്നു. നിങ്ങൾക്ക് സന്തോഷം നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, ഒരുപാട് പ്രണയവുമാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പം 2 കാർഡുകാർക്കും ഒരു കാർഡിന് നല്ല രീതിയിൽ ജസ്റ്റിസ് ലഭിക്കുകയും കൂട്ടായ്മത്തോടെയും അല്ലെങ്കിൽ കുടുംബത്തോടും ഐക്യത്തോടും ഐശ്വര്യത്തോടും നിങ്ങൾ ജീവിക്കാൻ പോകുന്നു. മറ്റു ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് 2025 ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അപ്പം ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറന്നു പോകരുത്. കാരണം ബെല്ലൈക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോകണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.